ഹലോ, എല്ലാവർക്കും ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി മുരിങ്ങയില മുട്ടത്തോരനാണ്. എന്നാൽ നമുക്കധികം താമസിയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ. വേറെ എണ്ണയേക്കാൾ സ്വാദ് വെളിച്ചെണ്ണയ്ക്കാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ. മുരിങ്ങയിലയും മുട്ടയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ധാരാളം അയൺ കണ്ടൻ്റ് ഉള്ള ഒരു സംഭവമാണല്ലോ മുരിങ്ങയുടെ ഇല. അപ്പോൾ എല്ലാവരുടെ ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഇത് നല്ല ഹെൽത്താണ് എല്ലാവർക്കും ഇത് കഴിച്ചാൽ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ഉഴുന്നുപരിപ്പോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അരി വേണമെങ്കിൽ ചേർക്കാം, വറുത്തിടാം ഇതിൽ. ഞാൻ പക്ഷേ വെറും കടുക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ധാരാളം മുരിങ്ങയുടെ ഇലയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും വെറും മുരിങ്ങയുടെ ഇല എല്ലാവരും ഉപ്പേരി വെക്കുന്നുണ്ടാവുക. കൂട്ടത്തിൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ് തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മുളക് പൊടി ചേർക്കണോണ്ട് 2 വറ്റൽമുളക് എടുത്താൽ മതി. വേറെ പച്ചമുളകൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ മുളകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സബോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സബോള ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് ബദൽ ഇതിലേക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. സബോളയേക്കാൾ ടേസ്റ്റ് എപ്പോഴും ചെറിയ ഉള്ളിക്കാണ്. പ്രത്യേകിച്ച് തോരനൊക്കെ ചെറിയ ഉള്ളി ആയിരിക്കും നന്നാവുക. ഞാനിപ്പോൾ സബോളയാണ് എടുത്തിരിക്കുന്നത്. സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വെറും മുരിങ്ങയുടെ ഇല ഉപ്പേരി വെച്ചാൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. കൂട്ടത്തിൽ ഈ മുട്ടയും കൂടെ ചേർത്ത് തോരൻ വെച്ച് കൊടുത്താൽ എല്ലാ പിള്ളേരും കഴിച്ചോളും. സബോളയുടെ നിറം മാറുന്നത് വരെ ഏകദേശം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്താ ഇതുപോലെ സബോളയുടെ കളർ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. സബോള 2 സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 3 മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ മുരിങ്ങയുടെ ഇല ഉള്ളത് അതിനനുസരിച്ചുള്ള മുട്ടയായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കെട്ട് മുരിങ്ങയുടെ ഇലയാണ് യൂസ് ചെയ്യുന്നത്. അതിന് 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. മുട്ട നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. മുട്ട നന്നായി കൊത്തിപ്പൊരിക്കണം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായി കൊത്തിപ്പൊരിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. തേങ്ങ എത്ര കണ്ട് യൂസ് ചെയ്യണോ അതിനനുസരിച്ച് തോരനും ടേസ്റ്റ് കൂടും. ഞാനിവിടെ 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്തിട്ടൊന്നുമില്ല, വെറുതെ മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി എന്തെങ്കിലും വേണമെങ്കിൽ അതും തേങ്ങയും കൂടെ ചതച്ചിട്ട് അങ്ങനെയും ചേർക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. തേങ്ങയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു തോരനാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ തോരനാണിത്. തേങ്ങയുടെ മണമൊക്കെ ഒന്ന് ഏകദേശം മാറി തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയുടെ ഇല ആഡ് ചെയ്യാം. 1 കെട്ട് മുരിങ്ങയുടെ ഇലയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. മുരിങ്ങയുടെ ഇല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇലക്കറികൾക്ക് അധികം വേവില്ലല്ലോ. അധികം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മുഴുവൻ പോകും. അതുകൊണ്ട് 1 മിനിറ്റൊക്കെ ഇത് വേവിക്കാവും. അപ്പോഴേക്കും അത് വേവും. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കാണുമ്പോൾ കുറേ ഉണ്ട് തോന്നും, പക്ഷേ ഇത് ചുങ്ങി വന്നാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ.
അതുകൊണ്ടാണ് ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് അടച്ച് വെക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇല കണ്ടോ, വെന്ത് കഴിഞ്ഞു. വളരെ ചുങ്ങുകയും ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. പെട്ടെന്ന് ഇലക്കറികളിലൊക്കെ ഉപ്പിട്ട് അത് പെട്ടെന്ന് അധികമായി പോകും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതാ നമ്മുടെ മുരിങ്ങയുടെ ഇല തോരൻ റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കാണാത്തവരെല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. താങ്ക് യു.